യുദ്ധഭീതിയിലെ ലോകം. ഇറാനും ഇസ്രായേലും ഇന്ന് ആക്രമണം ആരംഭിക്കുമെന്ന് യുഎസിന്റെ മുന്നറിയിപ്പ്. ഹമാസ് നേതാവ് ഇസ്മായില് ഹനിയ ടെഹ്റാനില് കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഇസ്രായേലിനെ ഇറാന് ആക്രമിക്കുന്നത് ഒഴിവാക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങള് വിജയത്തിലെത്തിയില്ല. യുഎസ് ഇടപെട്ട് നടത്തിയ ശ്രമങ്ങള് വിജയം കാണാതെ വന്നതോടെ യുദ്ധഭീതിയിലാണ് ലോകം. തിരിച്ചടിക്കുമെന്ന നിലപാടില് ഇറാന് ഉറച്ചുനിൽക്കുകയാണെന്നാണ് വിവരം. ഇറാന് അതിർത്തിയിലും മറ്റും പ്രതിരോധ സംവിധാനങ്ങള് വിന്യസിച്ചു. ഇതോടെ ഇന്നു മുതല് ആക്രമണം ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇറാന്റെ ആക്രമണ ഭീഷണികൾക്കിടെ തങ്ങള് എന്തിനും തയ്യാറാണെന്നും കനത്ത തിരിച്ചടി നൽകുമെന്നുമുള്ള മുന്നറിയിപ്പുമായി ഇസ്രയേല് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്തുവന്നു. ഏത് സാഹചര്യത്തിനും ഞങ്ങള് തയ്യാറാണ്, അത് ആക്രമണമായാലും പ്രതിരോധമായാലും, ഇസ്രയേല് മന്ത്രിസഭാ യോഗത്തിനു ശേഷം നെതന്യാഹു പറഞ്ഞു. ഇസ്രയേലിന് നേരെയുള്ള ഇറാന്റെയും ഹിസ്ബുല്ലയുടെയും ആക്രമണത്തിന് തിങ്കളാഴ്ച തുടക്കമാകുമെന്ന് യുഎസ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തില് പ്രതികാരം ചെയ്യുമെന്ന് നേരത്തെ ഇറാന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇറാന്റെ ആക്രമണം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയത്. ഇതേ തുടർന്ന് നെതന്യാഹുവിന്റെ നേതൃത്വത്തില് ഉന്നതതല യോഗം ചേരുകയുണ്ടായി. ഇസ്രയേല് രഹസ്യാന്വേഷണ ഏജൻസി മൊസാദിന്റെ തലവന്മാരടക്കം പങ്കെടുത്ത യോഗത്തില് പ്രത്യാക്രമണത്തിന് സജ്ജമാകാന് തീരുമാനിച്ചു. തിന്മകളുടെ കൂട്ടായ്മയ്ക്കെതിരെ ഇസ്രയേല് ബഹുമുഖ യുദ്ധത്തിലാണെന്ന് പറഞ്ഞ നെതന്യാഹു ശത്രുക്കൾക്ക് കനത്ത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ശത്രുക്കളോട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഞങ്ങള് പ്രതികരിക്കും, ഞങ്ങൾക്കെതിരായ ഏത് ആക്രമണത്തിനും ഏത് ഭാഗത്തുനിന്നായാലും കനത്ത വില ഈടാക്കും, നെതന്യാഹു പ്രഖ്യാപിച്ചു. ഏത് ആക്രമണത്തിനും വളരെ വേഗത്തില് മറുപടി നൽകാന് തങ്ങള് സർവസജ്ജമാണെന്ന് നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രയേല് പ്രതിരോധ മന്ത്രി യോഗാലന്റ് പറഞ്ഞു. ഞങ്ങള് കരയിലും വായുവിലും വളരെ ശക്തമായി സജ്ജരാണ്. ആക്രമണത്തിനോ പ്രതികരിക്കാനോ വേഗത്തില് നീങ്ങാന് ഞങ്ങൾക്ക് കഴിയും. ഞങ്ങളെ ആക്രമിക്കാന് തുനിഞ്ഞാല് അതിന് അവര് വലിയ വില കൊടുക്കേണ്ടി വരും, ഗാലന്റ് പറഞ്ഞു. ലബനാനിലെ ഹിസ്ബുല്ല, യമനിലെ ഹൂതികള്, ഇറാഖിലെ പ്രതിരോധ സേന തുടങ്ങി ഇറാനോട് ആഭിമുഖ്യമുള്ള കക്ഷികളുമായെല്ലാം ഇറാൻ അധികൃതര് പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒരുമിച്ചുള്ള ആക്രമണത്തിനാണ് കോപ്പുകൂട്ടുന്നത്. ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കുകയാണെങ്കില് പശ്ചിമേഷ്യയിലെ യുഎസിന്റെ സൈനിക താവളങ്ങളെയും ആക്രമിക്കുമെന്ന് ഇറാന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന് വ്യോമപാത അനുവദിക്കുന്ന രാജ്യങ്ങളെയും ലക്ഷ്യമിടുമെന്ന് ഇറാൻ അധികൃതര് വ്യക്തമാക്കി. ഇസ്രായേലിനെയും അവരുടെ പ്രധാന സഹായിയായ അമേരിക്കയെയും പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കര് മുഹമ്മദ് ബാഗിർ ഗലിബഫ് ഞായറാഴ്ച പറഞ്ഞു. ഇറാന് റഷ്യയിൽ നിന്ന് വൻതോതില് ആയുധമെത്തിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ഇസ്രായേലും പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുകയും മന്ത്രിമാർക്ക് പ്രത്യേക സുരക്ഷയൊരുക്കുകയും ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്.